ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബട്ടർ സ്കോച്ച് പുഡിങ്ങുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ ട്രേയിലേക്ക് ഏകദേശം 5 പീസ് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, ബട്ടർ, പൗഡേർഡ് ഷുഗർ, ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീമും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് വേർമിസെല്ലി, ഇതൊരു ചെറിയ ഐറ്റം സേമിയനാണ്. സേമിയൻ്റെ ചെറിയ ഐറ്റം സേമിയനാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബട്ടർ സ്കോച്ച് പുഡിങ് തയ്യാറാക്കുന്നത്. ഇത് 3 ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ ആ സേമിയൻ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യും. സെക്കൻഡ് ലെയർ ബ്രെഡ് വെച്ചിട്ടും തേർഡ് ലെയർ പിന്നെ നമ്മൾ ക്രീം വെച്ചിട്ടുമാണ് സെറ്റ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് കട്ട് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ പുഡിങ് കഴിക്കുന്ന സമയത്ത് ആ ഭാഗം നമുക്കൊരു ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കുകയാണെങ്കിൽ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ആവും. പിന്നീട് വേർമിസെല്ലി അല്ലെങ്കിൽ ഈ സേമിയന് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് നല്ലോണം ക്രഷ് ചെയ്ത് ചെറിയ പീസുകളാക്കി മാറ്റേണ്ട ആവശ്യമില്ല. നമ്മളെ കൈ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുക, എന്നാലേ അത് സെറ്റായി കിട്ടുകയുള്ളൂ. ഒന്ന് വലിയ പീസുകളാണെങ്കിലും നമ്മുടെ ട്രേയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാടായിരിക്കും. അപ്പോൾ കൈ യൂസ് ചെയ്ത് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കേണ്ടത്. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു ബട്ടർ പീസ് ഇട്ട് മെൽറ്റാക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ കരിഞ്ഞു പോകും, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോകും. ഇത് നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ സേമിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗറും ആഡ് ചെയ്യുകയാണ്. ഇത് പൗഡേർഡ് ഷുഗർ വേണമെങ്കിലോ നോർമൽ ഷുഗറോ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി പൗഡേർഡ് ഷുഗർ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതിന്നൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇത് റെഡി ആയതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടാറിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് സമയം മാറ്റി വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഞാനിത് ഈ ട്രേയിലേക്ക് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും കറക്റ്റാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ കുറച്ച് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലേക്കും കറക്റ്റ് വെച്ചിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഇതുപോലെ ബട്ടറിൽ മെൽറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യുന്ന അതേ ഒരു പാറ്റേണിലാണ് ഇതും ചെയ്യുന്നത്. പുഡിങ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമുക്ക് കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും. കഴിക്കുന്ന സമയത്ത് മുകളിലെ ഭാഗം കുറച്ച് ലൂസും ഈ ഭാഗം കുറച്ച് ക്രിസ്പിയും ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു ക്രഷ്ഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്കറേഷനും അതുപോലെ പുഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ ഡെക്കറേഷനുമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് ഇതിനും വരിക. ഇത് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ കാഷ്യൂ നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ആവശ്യമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഷുഗർ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ നട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലേക്കോ മാറ്റണം. ചൂടായി കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് ഉറച്ചു പോവും. ഇവിടെ ഞാനൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മൾ പീസാക്കി എടുത്ത് പിന്നെ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ക്രീം തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അതിലേക്ക് 1/2 കപ്പ് ഷുഗറും ഇട്ടിട്ടുണ്ട്. ഷുഗർ 1/2 കപ്പ് എടുത്ത് പൊടിച്ചെടുത്തപ്പോൾ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതതിലേക്ക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീമും റെഡിയായി. ഇത് നമ്മൾ കൂടുതൽ സമയം ബീറ്റ് ചെയ്തെടുക്കരുത്. അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ക്രീം തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടി ഇങ്ങനെ ഒരു 1/2 കപ്പ് ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ബട്ടറിൻ്റെ ഒരു പീസും ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ പൗഡേർഡ് ഷുഗറാണ് യൂസ് ചെയ്തത്. അത് നമുക്ക് ഏത് ഷുഗറും യൂസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി പൊടിച്ചു വെച്ചതുള്ളത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇനി ഒരു 5 ടീസ്പൂൺ
വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ക്രീമാക്കി എടുക്കാം. അങ്ങനെ ബട്ടർസ്കോച്ചിൻ്റെ ഒരു ക്രീം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാ ഭാഗവും നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്ത് നമ്മുടെ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ക്രഷ്ഡ് പൗഡർ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാ ഭാഗത്തൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല പൗഡർ രൂപത്തിലായാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കടിക്കുന്ന രീതിയിലൊക്കെ വേണം നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചെയ്യാൻ. ബാക്കിയുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പകുതി ഇവിടെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രീം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലെയറായിട്ട് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്രീം ഇതുപോലെ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിരിക്കും. ക്രീം കുറച്ച് തിക്കായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും സെറ്റ് ആവുന്ന രീതിയിൽ പറ്റില്ല. അപ്പോൾ ഈ എല്ലാ സൈഡിലേക്കും ക്രീം ഒന്ന് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആ ക്രഷ്ഡ് പൗഡർ മുകൾ ഭാഗത്തും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ഇടയിൽ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാ ലെയറും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബട്ടർസ്കോച്ചിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു പുഡിങ് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഓരോ ലെയറും ഓരോ ടേസ്റ്റാണ്. നമ്മുടെ ഏറ്റവും അടിഭാഗത്ത് വെർമിസെല്ലിൻ്റെ ആ ഭാഗം ഒരു ക്രിസ്പി ടേസ്റ്റ്. പിന്നെ നമ്മുടെ നടുഭാഗത്ത് ബ്രെഡും ആ ക്രീമും ബട്ടർസ്കോച്ച് ക്രീമൊക്കെ വരുമ്പോൾ അവിടെ ഒരു സോഫ്റ്റും അതിൻ്റെ ആ ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. മുകളിലൊരു ക്രീമി നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ക്രീമി ടേസ്റ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നട്ട്സിൻ്റെ പൗഡർ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ഒരു നല്ല ടേസ്റ്റാണ്. മിനിമം ഒരു 3 hours ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ.